ഹലോ ഫ്രണ്ട്സ്, ഇന്ന് എനിക്ക് കുറച്ച് കൊഞ്ച് കിട്ടിയേ. അപ്പോൾ ഞാൻ വിചാരിച്ചു എപ്പോഴും കറിയും ഫ്രൈയും ഒക്കെ അല്ലേ ചെയ്യുന്നത്. ഇന്നൊരു വെറൈറ്റിക്ക് കുറച്ച് കൊഞ്ച് റോസ്റ്റ് ചെയ്യാന്ന്. ഇത് എല്ലാവർക്കും പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റിയ ഒരു തട്ടിക്കൂട്ട് റോസ്റ്റ് ആണേ. അപ്പോൾ അതിനാവശ്യമായ സവാള, തക്കാളി, പച്ചമുളക് എന്നിവ ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. എന്നിട്ടൊരു പാൻ അടുപ്പിൽ വെച്ച് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടാകുമ്പോൾ കുറച്ച് കടുകും ഇടുക. കടുക് ഞാനിട്ടത് കുറച്ച് കൂടിപ്പോയേ. എന്നിട്ട് അതിലേക്ക് എടുത്തു വെച്ചേക്കുന്ന സവാള, പച്ചമുളക്, പെട്ടെന്ന് വേണ്ടി വരാൻ ഉപ്പ് എന്നിവ ഇട്ട് വഴറ്റുക. വഴണ്ട് വന്നതിന് ശേഷം തക്കാളിയും ഇഞ്ചി വെളുത്തുള്ളി ചെറുതായിട്ട് ചതച്ചതും ഇട്ട് ചെറുതായിട്ടൊന്ന് വീണ്ടും നന്നായിട്ട് ഇളക്കി വെക്കുക. വൃത്തിയാക്കി വെച്ച കൊഞ്ചും ഇടുന്നുണ്ട്. ഞാൻ ചെറിയ കൊഞ്ചായതുകൊണ്ട് തലയോട് കൂടി തന്നെയാണ് ഇടുന്നത്. കാരണം ഒരു തിള വരുമ്പോഴത്തേക്ക് അതങ്ങ് ചുരുങ്ങിപ്പോകും. അതുകൊണ്ട് തലയോട് തന്നെയാണ് ഞാൻ ഇടുന്നത്. കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി വെക്കുക. വെള്ളമൊന്നും ഒഴിക്കണ്ട കേട്ടോ, നല്ലപോലെ വെള്ളം ഇറങ്ങുന്നു. അതുകൊണ്ട് ആവശ്യമുള്ള വെള്ളം അതിൽ തന്നെ ഉണ്ടാവും. പിന്നെ എരിക്ക് ആവശ്യമായ 1/2 സ്പൂൺ മുളക് പൊടിയും കുറച്ച് 1 സ്പൂൺ മല്ലിപ്പൊടിയും ഇട്ട് നന്നായിട്ട് വീണ്ടും ഒരു പച്ചമണം മാറുന്നത് വരെ ഇളക്കി വെക്കുക. പിന്നെ കുറച്ച് മസാലപ്പൊടി കൂടി ഞാൻ ഇടുന്നുണ്ട്. കുരുമുളക് പൊടിയൊക്കെ ഇടാം കേട്ടോ, എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇടുന്നില്ല. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി അടച്ച് വെച്ചതിന് ശേഷം പുറത്ത് പോയി ഞാൻ കുറച്ച് കറിവേപ്പില എടുത്തുകൊണ്ട് വന്ന് നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഇങ്ങനെയൊക്കെ ഒന്ന് വെച്ചു. എന്നിട്ട് വീണ്ടും അടച്ച് ഒരു 10 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് തുറന്ന് വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി എടുക്കുമ്പോഴത്തേക്കും നമ്മുടെ അടിപൊളി കൊഞ്ച് റോസ്റ്റ് തയ്യാർ. ഉപ്പ് വേണമെങ്കിൽ ഇടാം കേട്ടോ, എനിക്ക് ഉപ്പിൻ്റെ ആവശ്യക്കുറവൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ പിന്നെ ഇട്ടില്ല. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് പിന്നെ കാണാം. ടാറ്റാ.